വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിക്കാനുള്ള സാധ്യതകൾ ഉയർന്നതും 2% എന്ന ഇൻഫ്ലേഷൻ ടാർഗറ്റിന് മുൻപേ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുമെന്നുള്ള ജെറോം പവലിന്റെ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിനെ പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസിംഗ് നൽകുന്നതിൽ സഹായിച്ചു. നാസ്ഡാക്ക് 0.4%, S&P 0.2%, ഡോ ജോൺസ് 0.21%മാണ് ഉയർന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസിംഗ് നൽകി. ഡാക്സ് 0.8%, CSE 1.2%, ഫഡ്സ് 0.8% ഇടിഞ്ഞു. ഇന്ന് പ്രവർത്തിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിക്കി 0.6%, തൈവാൻ ഇൻഡെക്സും കൊറിയൻ ഇൻഡെക്സും 0.08% ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.15% ഇടിഞ്ഞ് $84.90 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻഡെക്സ് 0.3% ഉയർന്ന് 24,583 എന്ന റെക്കോർഡ് ഹൈയിലാണ് ക്ലോസിംഗ് നൽകിയത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസം 2,865 കോടിയുടെ ബൈയിങ് നടത്തുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 331 കോടിയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ആണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് തികച്ചും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് കാഴ്ചവെച്ചത്. നെറ്റ് പ്രോഫിറ്റ് 310 കോടിയിൽ നിന്നും 312 കോടിയിലേക്ക് മാർജിനലി ഉയർന്നപ്പോൾ റവന്യൂ 418 കോടിയിൽ നിന്നും 417 കോടിയിലേക്ക് ഇടിയുകയാണ് ചെയ്തത്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് പ്രതീക്ഷിച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതിന് പകരം ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സ്പൈസ് ജെറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ നെറ്റ് പ്രോഫിറ്റ് 6.2 കോടി രൂപയുടെ ലോസിൽ നിന്നും 127 കോടി രൂപയുടെ പ്രോഫിറ്റിലെത്തിയെങ്കിലും റവന്യൂ 19%, എബിറ്റ 83%, എബിറ്റ മാർജിൻ 4.4%-ൽ നിന്നും 0.9% ഇടിഞ്ഞു. എബിറ്റ 95 കോടിയിൽ നിന്നും 83% ഇടിഞ്ഞ് 16.3 കോടിയിലേക്ക് ഇടിയുകയും റവന്യൂ 2,145 കോടിയിൽ നിന്നും 1,738 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. ഹഡ്സൺ ആഗ്രോ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു. 2,277 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 2,375 കോടിയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്തു. റവന്യൂ ഇയർ ഓൺ ഇയറിൽ 10% വർദ്ധിച്ചു. 2,151 നിന്നാണ് 2,375 റവന്യൂ ഉയർന്നത്. കമ്പനിയുടെ എബിറ്റ 39% വർദ്ധിച്ച് 238 കോടിയിൽ നിന്നും 330 കോടിയിലേക്ക് ഉയർന്നു. ബ്ലൂംബർഗിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം 287 കോടി രൂപയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ മാർജിൻ 11%-ൽ നിന്ന് 13%-ലേക്ക് ഉയർന്നതും നെറ്റ് പ്രോഫിറ്റ് 80 കോടിയിൽ നിന്ന് 131 കോടിയിലേക്ക്, അതായത് ഏകദേശം 63% ഉയർന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. 91 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്താണ് 131 കോടി രൂപയുടെ പ്രോഫിറ്റ് കമ്പനി റെക്കോർഡ് ചെയ്തത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് നൽകി. ഏഞ്ചൽ വണ്ണിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻകം 74% വർദ്ധിച്ച് 811 കോടിയിൽ നിന്നും 1,410 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 33% വർദ്ധിച്ച് 221 കോടിയിൽ നിന്നും 293 കോടിയിലേക്ക് ഉയർന്നു. ഇന്ന് അലോക് ഇൻഡസ്ട്രീസ്, ബജാജ് ഓട്ടോ, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, ക്രിസിൽ, DB കോർപ്പ്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ, ജുബിലൻ്റ് എൻഗ്രേവിയ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരികയാണ്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്ന്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ എന്ന കമ്പനി അതിൻ്റെ വാട്ടർ പ്യൂരിഫയിങ് ബിസിനസ്സായ പ്യൂരിറ്റ് എന്ന ബിസിനസ്സിനെ AO സ്മിത്ത് ഇന്ത്യ എന്ന കമ്പനിക്ക് സ്ലം സെയിൽ വഴി വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 601 കോടി രൂപയ്ക്കാണ് സെല്ലിംഗ് നടത്തുക. FMCG സെക്ടറിലെ കമ്പനി FMCG സെക്ടറിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ബിസിനസ് പോലുള്ള ബിസിനസ്സുകളെ സെൽ ചെയ്യുന്നത്. വേദാന്തയുടെ QIP ഇന്ന് ആരംഭിക്കുകയാണ്. 461 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഫ്ലോർ പ്രൈസ് ആണ് QIPയിൽ നിശ്ചയിച്ചിരിക്കുന്നത്. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ 1,400 രൂപയ്ക്ക് അടുത്ത് വാല്യൂഷൻ വരുന്ന 5 ഏക്കർ ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ലുപ്പിൻ എന്ന കമ്പനിയുടെ വുമൺ ഹെൽത്ത് സ്പെഷ്യാലിറ്റി ബിസിനസ്സിനെ ഡൈവേസ്റ്റ് ചെയ്യാൻ ലുപ്പിൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയാണ് കമ്പനി ബിസിനസ്സിനെ ഡൈവേസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഭുജിൽ പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്തു. മോൾഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റാണ് 300 കോടി രൂപയ്ക്ക് കമ്പനി സെറ്റപ്പ് ചെയ്തത്. ഇത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കോർപ്പറേറ്റ് ആക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ, ഉജാസ് എനർജി എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. കമ്പനി 4:1 എന്ന റേഷ്യോയിൽ ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉജാസ് എനർജിയുടെ ഓരോ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 4 ഷെയറുകൾ ബോണസായി ലഭിക്കും. ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന കമ്പനിയിലെ സീനിയർ എംപ്ലോയീസിൻ്റെ അൺഎത്തിക്കൽ പ്രാക്ടീസും പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനും എതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യാവുന്നതാണ്. ലെമൺ ട്രീ ഹോട്ടൽസ് ജംഷഡ്പൂരിൽ 42 റൂമുള്ള ഒരു ഹോട്ടൽ ആൾറെഡി ഓപ്പൺ ചെയ്തു. മൈക്രോടെക് ഡെവലപ്പേഴ്സ്
വാലർ എസ്റ്റേറ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ലാൻഡ് അക്വിസിഷൻ നടത്തുന്നു എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ന് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്ക് PC ജുവലറാണ്. PC ജുവലേഴ്സും ഇൻഡസ്ഇൻഡ് ബാങ്കും തമ്മിലുള്ള സെറ്റിൽമെൻറ്റ് പ്രൊപ്പോസലിന് ഇൻഡസ്ഇൻഡ് ബാങ്ക് അപ്രൂവൽ നൽകി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ PC ജുവലർ എന്ന സ്റ്റോക്കിനെയും ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്